ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ റെസിപ്പി ട്രൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ മനസ്സിൽ തോന്നുമല്ലോ. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. ചോക്ലേറ്റ് കേക്കൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. ഇപ്പം ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. 6ഉം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 3 മുട്ടയാണ് കേട്ടോ. 3 മുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയോ ബീറ്ററോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു വിസ്ക് മാത്രം മതി. പിന്നെ അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. അതെല്ലാം കൂടെ നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ റെഡിയാക്കി എടുത്തിട്ടുള്ള ബ്രെഡ് പീസസ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ റെഡി കേട്ടോ. ഇനി നമുക്കിത് നേരെ നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചൂടായാലും കുഴപ്പമില്ലാത്ത ട്രേ ഉണ്ടല്ലോ, ഗ്ലാസിൻ്റെ ട്രേ, അതിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെ മോൾഡാണെങ്കിൽ കേക്കിൻ്റെ മോൾഡ് ഗ്രീസ് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുത്തത് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് കടിക്കാൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് കാഷ്യൂസ് ഒന്ന് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് അത് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഓവനിലാണ് ഞാൻ അത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ പാത്രത്തിൽ ചൂടാക്കി എടുത്തിട്ടുള്ള പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 25 മിനിറ്റ് ആട്ടോ എനിക്ക് ടൈം എടുത്തിട്ടുള്ളത്. 25 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും. ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ അത് ഒട്ടിപ്പിടിക്കാത്തൊരു പരുവാകുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഓവണിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത ശേഷം വേണം എടുക്കാൻ. തണുത്ത ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പൊങ്ങി വന്നതൊക്കെ അങ്ങ് താഴ്ന്നു പോകും കേട്ടോ. അതിനുശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ട് ഇത് ശരിക്കും അങ്ങ് തണുത്തിട്ടില്ല, ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് നന്നായിട്ട് തണുത്ത ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് കണ്ട ബ്രൗണിയാന്നൊക്കെ വിചാരിക്കും കേട്ടോ, മുകളിൽ ഇങ്ങനെ നട്ട്സും ഒക്കെ കാണുമ്പോൾ. എന്തായാലും സംഭവം സെറ്റാണ്. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്ന പോലെ കഴിക്കാനും പറ്റും. ഇങ്ങനെ ഓരോ പീസസ് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ മോൾഡിലൊക്കെ ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. കേക്കിൻ്റെ മോൾഡാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഐറ്റം, നല്ല സോഫ്റ്റാണ് കേട്ടോ. വലുത് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്